Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, ma'am. Good morning. Miss കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? പ്രിന്റ് എല്ലാവരും എടുത്തില്ലേ? പ്രിന്റ് കിട്ടിയിട്ടില്ല എല്ലാവരും ഇല്ല. ഓക്കെ. മിസ് എടുത്ത് നോക്കിയതാണോ എല്ലാവരും? കഴിഞ്ഞ ദിവസം എടുത്തത്? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? പിന്നെ വായിച്ചപ്പോ കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? ഇല്ല. കിട്ടിയില്ല? എന്ത് പറ്റി? ടീച്ചറെ എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ല? ഏത് ഭാഗമാണ്? ടോം ഒന്നുകൂടി റെക്കോർഡ് ഈ ചാപ്റ്ററിനകത്തത് ചിലതൊന്നും പിടികിട്ടുന്നില്ല. ഏതാണ്? അതായത് ഡിപ്ലോമയും പിജിയും കൂടെ ഒരുമിച്ചായോണ്ട് എനിക്കൊന്നും പിടികിട്ടുന്നില്ല. പിടികിട്ടുന്നില്ല. ഓക്കെ. എന്താ ചെയ്യുന്നേ ഇപ്പൊ ടോം? എന്താ ചെയ്യുന്നേ? എന്തായാലും നമുക്ക് പഠിക്കണ്ടേ? നമ്മ രണ്ടിലും ജോയിൻ ചെയ്തല്ലേ? അല്ല, വടക്കകത്തുള്ളത് അതുകൊണ്ടില്ല നിഷ എന്നൊക്കെ പറയുന്ന ആ കുട്ടികളൊക്കെ തീർന്ന ക്ലാസ് അവർക്കൊക്കെ പിടികിട്ടുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും പിടികിട്ടുന്നില്ല. ഞങ്ങൾ 9th ബാച്ചാണ്. അവര് ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് ടീച്ചർമാർ ക്ലാസ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. കഴിഞ്ഞ ക്ലാസ് അതായിരുന്നു. മിസ് പറഞ്ഞ മനസ്സിലായില്ല കഴിഞ്ഞ ക്ലാസ്സില്? എല്ലാ ക്ലാസ്സിലും ഇത് തന്നെ ടീച്ചർ അവസ്ഥ. പിജിയുടെ എല്ലാ ക്ലാസ്സിലോ? അപ്പൊ ടോം എന്ത് ചെയ്യാനോ? ടോം ഒന്നുകൂടെ മിസ്സുമാരുടെ ക്ലാസ് ഒന്നുകൂടെയും കാണും, റെക്കോർഡ് ക്ലാസ്. ടോമിന് സമയം കിട്ടുന്നതനുസരിച്ച്. അത് കഴിയുമ്പോഴത്തേന് ഡിപ്ലോമ വരുമല്ലോ. 1 മണിക്കൂറാ ടീച്ചറെ ഞാൻ കിട്ടുന്നുള്ളൂ. ആ 1 മണിക്കൂർ കൊണ്ട് എല്ലാം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. അത് കഴിയുമ്പോഴത്തേന് നേരെ പോയി ഡിപ്ലോമ ക്ലാസ്. സാറ്റർഡേയും സൺഡേ സാറ്റർഡേ ടോമിന്റെ ഒഴിവ് പോലെ വെള്ളിയാഴ്ച വരെയുള്ള ക്ലാസ് ഫുള്ള് കേൾക്കണോ? ആഴ്ചത്തൊക്കെ എല്ലാം കേൾക്കാനല്ല, ടോമിന്റെ ഒഴിവ് പോലെ പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സുമാരോട് ചോദിക്കുക. ഡൗട്ട് ഉണ്ടോ? ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലായിരിക്കും. ഇതിപ്പോ എന്റെ മാത്രം ഒപ്പീനിയൻ ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. പക്ഷെ ഗ്രൂപ്പിൽ പറയുമ്പോ എല്ലാവരും പറയുന്നുണ്ട്. രണ്ട് ക്ലാസ്സും കൂടെ ഒരുമിച്ച് വെക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. അത് ഏതെങ്കിലും ഡിപ്ലോമ ആയെങ്കിൽ ഡിപ്ലോമ മാത്രം വായിക്കണമായിരുന്നു. ഇതിപ്പോ രണ്ടും കൂടെ വെച്ചപ്പോ നമുക്ക് രണ്ടിലും കയറേണ്ടി വരും. എനിക്കിപ്പോ മിക്കവാറും കയറാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ വർക്കിംഗ് ആണ്. നിഷ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടോ ടീച്ചറെ? അവരുടെ ക്ലാസ് ഫുള്ള് കഴിഞ്ഞതാണ്. അവർക്ക് ക്ലാസ് ഡിപ്ലോമ ഫുള്ള് കഴിഞ്ഞു. അവർക്ക് ഫുള്ള് പഠിച്ചതാണ്. അതുകൊണ്ട് അവർക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. എക്സാം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവരെ പഠിപ്പിച്ചതല്ലേ ടീച്ചറെ? ചിലവ് ഇത് എനിക്ക് ഞാനും 9th ബാച്ചാണ്. അപ്പൊ എനിക്ക് എല്ലാ ക്ലാസ്സിനും കയറാൻ പറ്റുന്നില്ല. അപ്പൊ 2 ക്ലാസ് ഒന്നും നടക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഇൻഫോം ചെയ്യാം. പിന്നെ ഇൻഫോം ചെയ്തു മാഡം. അതെ, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു റിവിഷൻ ക്ലാസ് ഒക്കെ തരുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി ആ ടൈമിൽ ഞങ്ങൾക്ക് എക്സാം ആണ് വേണം. ഡിപ്ലോമയുടെ എക്സാം വരും. അപ്പോഴും ഞങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. അനു എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ട് അടുത്ത്. മേഡം കണ്ടില്ലേ? അനു എന്ന് പറയുന്ന ആ കുട്ടിയും പറയുന്നുണ്ട്. ഇനി മിസ് ക്ലാസ് എടുക്കൂല ഇനി. അപ്പൊ മിസ് കുറച്ച് പോർഷൻ എടുക്കാം. മിസ് എടുക്കുന്നത് PG എടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോവാം. ആ രീതിയിൽ മിസ് ക്ലാസ് എടുക്കാം. ഓക്കെ ആണോ?
അത് ഞങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവണമെങ്കിൽ ആദ്യം ഞങ്ങൾ ഡിപ്ലോമ പഠിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായേനെ. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മിസ് ഇവിടെ ഇൻഫോം ചെയ്യാം കേട്ടോ. ഇപ്പൊ മിസ് ക്ലാസ് എടുത്തു തുടങ്ങാം. ഓക്കെ, നമുക്ക് ടൈം പോവല്ലേ. മിസ് ഇവിടെ മാനേജ്മെന്റിനോട് ഇൻഫോം ചെയ്യാം നിങ്ങളുടെ സജഷൻസ്. ഓക്കെ, മിസ് എടുക്കുന്ന ചാപ്റ്റർ 7th ചാപ്റ്റർ ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. മിസ് ഷെഡ്യൂൾ ഡ്രഗ്സ് വരെ എടുത്തേ. ഷെഡ്യൂൾ ഡ്രഗ്സ് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ ഡ്രഗ്സ്. ഷെഡ്യൂൾ ഡ്രഗ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് 1945 has provision for classifying of drugs under given schedules, and there are guidelines for the storage, sale, display and prescription of each schedule. എന്താണ് 1945 നിലവിൽ വന്ന ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് 1940 അല്ലെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് നിലവിൽ വന്നത്. മിസ് പറഞ്ഞില്ലേ ന്യൂസ്? 1940 അതിന് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? 1945 ആയപ്പോൾ ഡ്രഗ്സുകൾ എന്ത് ചെയ്ത പല ഷെഡ്യൂളുകളാക്കി തിരിച്ചു. എ മുതൽ ഇസഡ് വരെയുള്ള ഷെഡ്യൂളുകളാക്കി തിരിച്ചു. അപ്പൊ ഓരോ ഷെഡ്യൂളിലും പെടുന്ന ഡ്രഗ്സുകൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം, സംഭരിക്കണം, അല്ലെ എങ്ങനെ സെയിൽ ചെയ്യണം, എങ്ങനെ അവര് സെയിൽ ചെയ്യണം, കൂടാതെ അതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അല്ലെ അത് ലേബലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, കൂടാതെ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയുള്ള ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ഈച്ച് ഷെഡ്യൂൾ, ഓരോ ഷെഡ്യൂളിലും പെടുന്ന ഡ്രഗ്സുകളുടെ സ്റ്റോറേജ്, സെയില്, ഡിസ്പ്ലേ ആൻഡ് പ്രിസ്ക്രിപ്ഷൻ എന്നിവയെ കുറിച്ച് എന്ത് പറയുന്നുണ്ട്? 1945 പുറത്തിറക്കിയ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സിൽ പറയുന്നുണ്ട്. ക്ലിയർ ആയോ ടോം? ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് നിലവിൽ വന്നത് എന്താണ്? 1940. ടോം മിസ് പതുക്കെ എടുക്കാം. ടോമിന് ഇനി മനസ്സിലായില്ല എന്നുള്ളൊരു ഇത് വേണ്ട. മിസ് എടുക്കുന്നത് മിസ് ഇപ്പൊ തന്നെ പഠിപ്പിച്ചിട്ട് പോവാം. 1940 എന്ത് വന്നത്? ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് നിലവിൽ വന്നത്. അതിനുശേഷം എന്ത് പറ്റി? 1945 ആയപ്പോ ഈ ഡ്രഗ്സുകൾ എന്ത് ചെയ്ത്? ക്ലാസിഫൈ ചെയ്ത് പല തരത്തില് പല വിഭാഗങ്ങളാക്കി തിരിച്ചു. അതെങ്ങനെയാണ് തിരിച്ചത്? എ മുതൽ ഇസഡ് വരെ വരുന്ന ഷെഡ്യൂളുകളാക്കിയിട്ടാണ് ഈ ഡ്രഗ്സുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഷെഡ്യൂൾ ചെയ്ത ഡ്രഗ്സുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെ അവർ എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം, അല്ലെ വിതരണം ചെയ്യണം, കൂടാതെ അത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ പേക്കിങ്, ലാബലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഈ ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് വരുന്നത് ദ റൂൾ 67 ഡീറ്റെയിൽസ്. എന്താണ്? 67ാമത്തെ റൂളിൽ എന്താണ് പറയുന്നത്? ഡീറ്റെയിൽസ് ദ കണ്ടീഷൻസ് ഓഫ് ലൈസൻസ്, അല്ലെ എന്താണ്? ലൈസൻസിനെ കുറിച്ച് ഇപ്പൊ നമ്മ പറഞ്ഞു, മാനുഫാക്ചറിങ് ലൈസൻസ് വേണം, അല്ലെ റീറ്റെയിൽ ലൈസൻസ് വേണം, അല്ലെ വേണ്ടേ? പല ലൈസൻസുകൾ വേണം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്താണ്? ലൈസൻസിന്റെ കണ്ടീഷൻസിനെ കുറിച്ച് ആണ് റൂൾ 67 പറയുന്നത്. റൂൾ 97 പറയുന്നത് എന്താണ്? ലേബലിംഗ് റെഗുലേഷൻസ്. ഓരോ ഡ്രഗ്സുകളും എങ്ങനെയാണ് ലേബലിംഗ് ചെയ്യേണ്ടത്, ആ ലേബലിംഗ് ചെയ്യുന്ന സമയത്ത് അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പൊ നമ്മൾ ലേബലിംഗ്
ഒരു ഒരു മരുന്നിന്റെ കവറിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്? എക്സ്പയറി ഡേറ്റ് കാണുന്നുണ്ട് അല്ലെ, പാക്കിംഗ് ഡേറ്റ് കാണുന്നുണ്ട് അല്ലെ, ഏതൊക്കെ കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്നെന്ന് കാണുന്നുണ്ട് അല്ലെ, മാനുഫാക്ചർ ആരാണ്, മാനുഫാക്ചറിന്റെ ഡീറ്റെയിൽസ് കാണുന്നില്ലേ? അപ്പൊ ആ ലേബലിംഗിന്റെ ഇൻസ്ട്രക്ഷൻസ് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രണ റെഗുലേഷൻസ് റൂൾ 97 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ കോടതിയില് വിധി പ്രഖ്യാപിക്കില്ലേ, അപ്പൊ എന്തനുസരിച്ചാണ് പറയുന്നത്? ഓരോ റൂൾ അനുസരിച്ചല്ലേ, നിയമം അനുസരിച്ചല്ലേ, ഇത്ര നമ്പർ നിയമം അനുസരിച്ച് അങ്ങനെയല്ലേ കേട്ടിരിക്കുന്നത് അല്ലെ? അതേപോലെ എന്താണ്, അപ്പൊ ഓരോ റൂളിൽ അല്ലെ, ഓരോ എന്താണ് തെറ്റുകൾക്കുള്ള അല്ലെ, ഓരോ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ആണോ? ക്രൈം നമ്പേഴ്സ് അല്ലെ. അതേപോലെ എന്താണ് നമ്മുടെ റൂൾ 79 എന്താ പറഞ്ഞിരിക്കുന്നത്? 67 ലൈസൻസിന്റെ കണ്ടീഷൻ, ഒരു ഡ്രഗ്സിന്റെ മാനുഫാക്ചർ ലൈസൻസിന് വേണ്ടി എന്തൊക്കെ കണ്ടീഷൻസ് അവർ സാറ്റിസ്ഫൈഡ് ചെയ്യണം, അല്ലെങ്കിൽ റീറ്റെയിൽ ലൈസൻസിന് വേണ്ടി അവർ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഒരു ബ്രാൻഡ് ഡ്രഗ്സ് നിർമ്മാണത്തിന് വേണ്ടി അല്ലെ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് 67 റൂൾ 67 പറഞ്ഞിരിക്കുന്നത്. 97 എന്താണ്? ഓരോ ഡ്രഗ്സുകളും ലേബൽ ചെയ്യുന്ന സമയത്ത് വേണ്ട നിയന്ത്രണങ്ങളെ കുറിച്ചാണ് റൂൾ 97 പ്രതിപാദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയത്? ഇനി മനസ്സിലായില്ല എന്ന് അറിയോട്ടോ, എല്ലാവരോടും കൂടിയാണ് കേട്ടോ, അതൊക്കെ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇനി കൺഫ്യൂഷൻസ് വരണ്ട, ടെൻഷൻ വേണ്ട. Okay, next the notable schedule and their summary. നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള അല്ലെ ശ്രദ്ധേയമായിട്ടുള്ള ഷെഡ്യൂളുകളും അതിന്റെ സമ്മറിയുമാണ് നെക്സ്റ്റ് പറയുന്നത്. ഷെഡ്യൂൾ ജി, ഫസ്റ്റ് പറയുന്നത് ഷെഡ്യൂൾ ജിയിലെ കാര്യങ്ങളാണ്. ഷെഡ്യൂൾ ജിയിൽ ഏതൊക്കെ ഡ്രഗ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫസ്റ്റ് നോക്കിയേ, മോസ്റ്റ് ഓഫ് ദീസ് ഡ്രഗ്സ് ആർ ഹോർമോണൽ പ്രിപ്പറേഷൻസ്. ഈ ഷെഡ്യൂൾ ജിയിൽ വരുന്നത് എന്താണ്? മിക്ക ഡ്രഗ്സുകളും ഹോർമോണൽ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാല് നമുക്ക് ഈ ഹോർമോണിന്റെ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ശരീരത്തില്, ഉണ്ടാവുന്നുണ്ടോ? ഹോർമോണിന്റെ വേരിയേഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ വേരിയേഷൻസ് വരുമ്പോ എന്ത് ചെയ്യും? ആ പേഷ്യൻസിന് എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ മൂഡ് സ്വിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തിൽ ആ ലെവലിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻസ് ആയിട്ടോ മെഡിസിൻ ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? ഇഞ്ചക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ മെഡിസിൻ ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെ, ഡോക്ടേഴ്സ് കുത്തിവെക്കും. അപ്പൊ അതിനെയാണ് ഹോർമോണൽ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. മനുഷ്യ ഹോർമോണുകളിൽ നിന്ന് അല്ലെ, എന്തിൽ നിന്ന് തന്നെയാണ് ആ മെഡിസിനുകൾ തയ്യാറാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് എന്തിൽ നിന്ന് തന്നെയാണ്? ഹോർമോണിൽ നിന്ന് തന്നെയാണ് അല്ലെ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെ ഹോർമോണിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പൊ എന്താണ്? മനുഷ്യ ഹോർമോണുകളിൽ നിന്ന് തന്മാത്രാപരമായി വ്യത്യസ്തമായ ഹോർമോൺ തയ്യാറെടുപ്പുകളെയാണ് എന്ന് പറയുന്നത് ഹോർമോണൽ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റില് ഏറ്റവും സാധാരണയായി നിലനിൽക്കുന്നതും വിപണനം ചെയ്യുന്നതുമായ ഹോർമോൺ മാറ്റിവെക്കൽ തെറാപ്പി ഇതിൽ ഉൾപ്പെടുന്നതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സില് പൊതുവെ ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഹോർമോണൽ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഹോർമോൺ മാറ്റിവെക്കൽ തെറാപ്പി ട്രീറ്റ്മെന്റുകള്. ക്ലിയർ ആയോ? ജസ്റ്റ് അതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിലെ ബോഡിയില് ഹോർമോണിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെ, അത് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻ ആയിട്ടും മെഡിസിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? നമ്മ മരുന്നുകൾ ഉപയോഗിക്കുമല്ലോ. അതാണ് ഹോർമോണൽ പ്രിപ്പറേഷൻസ്. ഓക്കെ ആയോ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് മിസ് പറയുന്ന സമയത്ത് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. പിന്നീട് വായിക്കുമ്പോ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻസ് വരും, ഇത് എന്താ പറഞ്ഞത്, മിസ് എന്താ പറഞ്ഞതെന്ന് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മിസ് പറയുന്ന സമയത്ത് തന്നെ നോട്ട് ചെയ്ത് വെക്കാട്ടോ.
നെക്സ്റ്റ് നോക്കിയേ, അത് ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ ആയല്ലോ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. അത് നോട്ട് ചെയ്ത് എല്ലാവരും നോട്ട് ചെയ്തോ? The drug label must display the text portion. എന്താണ് ആ ഡ്രഗിന്റെ ലേബലില് എന്താണ് നിർബന്ധമായിട്ടും ഒരു ടെക്സ്റ്റ്, ഒരു കാര്യം എഴുതിയിരിക്കണം. എന്താണ്? കോഷൻ അല്ലെ, ജാഗ്രത. It is dangerous to take this preparation except under medical supervision. ഒരു സൂപ്പർവിഷൻ അല്ലെ, ഒരു ഡോക്ടറിന്റെ, ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ഡോക്ടറിന്റെ സൂപ്പർവിഷൻ ഇല്ലാതെ അവർ എന്ത് ചെയ്യാൻ പാടില്ല? ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. അങ്ങനെ കഴിക്കുന്നത് എന്താണ്? അപകടകരമാണ്. ഒരു മെഡിക്കൽ സൂപ്പർവിഷന്റെ അണ്ടറിലല്ലാതെ ഈ മരുന്നുകൾ കഴിക്കുന്നത് അപകടകരമാണ്, ഡേഞ്ചറസ് ആണ് എന്നുള്ള ഒരു കോഷൻ അല്ലെ, ജാഗ്രതാ നിർദ്ദേശം അവർ ആ മെഡിസിനിൽ നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആയോ? Okay. Next, example of substances under this schedule. ഈ ഷെഡ്യൂളിന്റെ അണ്ടറിൽ വരുന്ന സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ നോക്കിയേ, എന്തൊക്കെയാണെന്ന് നോക്കിയേ. കുറച്ച് എക്സാമ്പിൾ മാത്രം തരുന്നുള്ളൂ കേട്ടോ. ടെസ്റ്റിലാക്ടോണ്, ഹൈഡ്രോക്സി യൂറിയ, കാർബെറ്റാമൈഡ്, പ്രിമിഡോൾ. എന്തൊക്കെയാണ്? ടെസ്റ്റിലാക്ടോണ്, ഹൈഡ്രോക്സി യൂറിയ, കാർബെറ്റാമൈഡ്, പ്രിമിഡോൾ. ടെസ്റ്റിലാക്ടോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരില്ലേ, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിനിൽ യൂസ് ചെയ്യുന്നതാണ് ടെസ്റ്റിലാക്ടോൺ. ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിനുകളിൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ടെസ്റ്റിലാക്ടോൺ. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഹൈഡ്രോക്സി യൂറിയ. ഹൈഡ്രോക്സി യൂറിയ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതിനെ പറയുന്നത്, ഇതിന് വേറെ പേരുകളും കൂടി പറയുന്നുണ്ട്. ഹൈഡ്രോക്സി യൂറിയക്ക് പറയുന്ന മറ്റു പേരുകളാണ് ഹൈഡ്രോക്സി കാർബണൈഡ്, ഹൈഡ്രോക്സി എഴുതണമെങ്കിൽ എഴുതി വെച്ചോട്ടാ, മിസ് പറയുമ്പോ തന്നെ എഴുതി വെച്ചോട്ടാ. ഹൈഡ്രോക്സി കാർബണൈഡ് ആൻഡ് ഓർ ഹൈഡ്രിയ. ഒന്നില്ലെങ്കിൽ ഹൈഡ്രിയ എന്നോ അല്ലെങ്കിൽ ഹൈഡ്രോക്സി കാർബണൈഡോ എന്നോ ഇതിനെ പറയുന്നുണ്ട്. ഇതെന്താണ്? പല ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഓറൽ കീമോതെറാപ്പി ഡ്രഗ്സ് ആണ്. ചില പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കീമോതെറാപ്പി അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ അവര് ബോഡി വീക്ക് ആയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് അവർക്ക് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കീമോതെറാപ്പി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ഓറലി ആയിട്ടുള്ള ഡ്രഗ്സുകൾ കൊടുക്കുമല്ലോ. അപ്പൊ അതിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഹൈഡ്രോക്സി യൂറിയ. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവുമല്ലോ. ബ്ലഡ് ഡിസോർഡേഴ്സ്, കൗണ്ട് കുറവ് അല്ലെ, ബ്ലഡിന്റെ അളവ് കുറവ്, കൗണ്ട് കുറവ് അല്ലേ, ഡിസോർഡേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് ഡിസോർഡേഴ്സിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ഹൈഡ്രോക്സി യൂറിയ ഉപയോഗിക്കുന്നുണ്ട് സബ്സ്റ്റൻസ് ആയിട്ട്. അതിന്റെ മെഡിസിനില് നമ്മൾ എന്താണ്? ഹൈഡ്രോക്സി യൂറിയ സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് രണ്ടും ക്ലിയർ ആയോ? ടെസ്റ്റിലാക്ടോണും ഹൈഡ്രോക്സി യൂറിയയും ക്ലിയർ ആയോ? നെക്സ്റ്റ്, കാർബെറ്റാമൈഡ്.
കാർബെറ്റാമൈഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന മെഡിസിൻ ഇല്ലേ, പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന മെഡിസിൻ ഷുഗറിന്. അപ്പൊ ആ ഷുഗർ അങ്ങനെയുള്ള മെഡിസിനുകളിലാണ് പ്രമേഹ വിരുദ്ധ മരുന്നുകളാണ് കാർബെറ്റാമൈഡ്. പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് കാർബെറ്റാമൈഡ്. നെക്സ്റ്റ് പറയുന്നത് പ്രൈമിഡോൺ. പ്രൈമിഡോൺ എന്ന് പറയുന്നത് അപസ്മാര ചികിത്സ ഉണ്ടാവില്ലേ, അപസ്മാരം, ഫിക്സ് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ ആ ഫിക്സ് കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് ആ ഫിക്സ് കൺട്രോൾ ചെയ്യാനും അത് നിയന്ത്രിക്കാനും പിന്നെ അവർക്ക് അത് തുടർ ചികിത്സ പോലെ അവർ മരുന്നുകൾ കഴിക്കേണ്ടി വരില്ലേ, അത് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെ, പിന്നീട് അവരുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻസ് എടുക്കണം അല്ലെ. അപ്പൊ ആ മെഡിക്കേഷൻസിലൊക്കെ ഉപയോഗിക്കുന്നതാണ് പ്രൈമിഡോൺ. ക്ലിയർ ആയോ? ടെസ്റ്റിലാക്ടോൺ എന്ന് പറയുന്നത് എന്തിനു ഉപയോഗിക്കുന്നതാണ്? ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലെ മെഡിസിനുകളില് സബ്സ്റ്റൻസസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ടെസ്റ്റിലാക്ടോൺ. ഹൈഡ്രോക്സി യൂറിയ എന്ന് പറയുന്നതിന് മറ്റു പേരുകളാണ് ഹൈഡ്രോക്സി കാർബണൈഡ് ആൻഡ് ഹൈഡ്രിയ. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? പല ക്യാൻസർ ട്രീറ്റ്മെന്റിനും എന്തിനു വേണ്ടിയിട്ട്? കീമോതെറാപ്പി, നമുക്ക് അവരുടെ ശരീരത്തിലേക്ക് നേരിട്ട് കീമോതെറാപ്പി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യും? മെഡിസിനുകൾ കൊടുക്കും അല്ലെ, ഓറലി അവർക്ക് കഴിക്കുന്ന കീമോതെറാപ്പി ഡ്രഗ്സുകൾ കൊടുക്കും. അപ്പൊ അതിനുപയോഗിക്കുന്നതാണ് ഹൈഡ്രോക്സി യൂറിയ. പിന്നെ പല രീതിയിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സിന്റെ ഡ്രഗ്സുകളിലും ഹൈഡ്രോക്സി യൂറിയ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? കാർബെറ്റാമൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന മെഡിസിനുകളിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പ്രൈമിഡോൺ എന്താണ്? അപസ്മാര രോഗചികിത്സയിലെ അത് കൺട്രോൾ ചെയ്യാൻ ഭാവിയിൽ അവർക്ക് വരാതിരിക്കുന്നതിന് വേണ്ട മെഡിസിനുകളിലൊക്കെ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഹൈഡ്രോക്സി യൂറിയക്ക് പറയുന്ന മറ്റു പേരുകള് ഹൈഡ്രോക്സി കാർബണൈഡ്, ഹൈഡ്രോക്സി കാർബണൈഡ് ഓർ ഹൈഡ്രിയ. ഹൈഡ്രിയ. ഒന്നുകൂടെ പറയണം. ഷെഡ്യൂൾ ജിയിൽ വരുന്നത് ഹോർമോണൽ പ്രിപ്പറേഷൻസിന് വരുന്ന ഡ്രഗ്സുകളാണ്, മരുന്നുകളാണെങ്കിൽ നിർബന്ധ ലേബലിംഗിലെ എന്ത് നിർബന്ധമായും ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഒരു മെഡിക്കൽ സൂപ്പർവിഷന്റെ അല്ലെ ഒരു ഡോക്ടറിന്റെ അണ്ടറിലല്ലാതെ ഈ മരുന്നുകൾ കഴിക്കുന്നത് അപകടകരമാണ് എന്ന് ആ മെഡിസിന്റെ ലേബലിംഗിൽ നിർബന്ധമായും ഉൾപ്പെടുത്തിയിരിക്കണം. ഇതില് നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ടെസ്റ്റിലാക്ടോൺ, ഹൈഡ്രോക്സി യൂറിയ, കാർബെറ്റാമൈഡ്, പ്രൈമിഡോൺ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ആണ്. അപ്പൊ ഫസ്റ്റ് ടെസ്റ്റിലാക്ടോൺ എന്ന് പറയുന്നത് നമ്മ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള എന്താണ് അസുഖങ്ങൾക്ക് അതിനുപയോഗിക്കുന്ന ഡ്രഗ്സുകളില് സബ്സ്റ്റൻസിൽ നമ്മ പല കെമിക്കൽസും കണ്ടന്റുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ മെഡിസിനുകളില് അല്ലേ. അപ്പൊ അതിലുപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസസ് ആണ് ടെസ്റ്റിലാക്ടോൺ. നെക്സ്റ്റ് പറയുന്നത് ഹൈഡ്രോക്സി യൂറിയ. ഹൈഡ്രോക്സി യൂറിയക്ക് പറയുന്ന മറ്റു പേരുകളാണ് ഹൈഡ്രോക്സി കാർബണൈഡ് ആൻഡ് ഹൈഡ്രിയ. ഇതെന്താണ്? പല ചില പേഷ്യൻസിന് എന്താണ് നമുക്ക് നേരിട്ട് അവരുടെ ശരീരത്തിലേക്ക് കീമോതെറാപ്പി ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ആ സിറ്റുവേഷനിൽ അവർക്ക് എന്ത് ചെയ്യും? ഓറലി ആയിട്ട് കഴിക്കുന്നതിനുള്ള ഡ്രഗ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സുകളില് ഈ ഹൈഡ്രോക്സി യൂറിയ സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നു. കൂടാതെ പലതരത്തിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സിനും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർബെറ്റാമൈഡ് എന്താണ്? പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കുന്ന മെഡിസിനുകളിൽ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് പ്രൈമിഡോൺ എന്താണ്? അപസ്മാര രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മെഡിസിനുകളിൽ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസസ് ആണ് പ്രൈമിഡോൺ. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്.
ഭയങ്കര സ്ലോ ആണ് കേട്ടോ മിസ് എടുക്കുന്നത്. ഇനി വിഷമങ്ങൾ പറയുന്നത് ആരോണ് മിസ് സ്ലോ ആക്കി പോകുന്നത് കേട്ടാ. ഷെഡ്യൂൾ എച്ച്. ഷെഡ്യൂൾ എച്ചിൽ വരുന്നത് നോക്കിയേ. ദ ഡ്രഗ് ലേബൽ മസ്റ്റ് ഡിസ്പ്ലേ ദ ടെക്സ്റ്റ് RX ആൻഡ് ഷെഡ്യൂൾ എച്ച് ഡ്രഗ് വാണിംഗ്. എന്താണ്? ഷെഡ്യൂൾ എച്ച് ഡ്രഗുകൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? RX അല്ലെ, ടു ടേക്ക് അല്ലെ. RX പഠിച്ചിട്ടില്ലേ? RX എഴുതിയിട്ടുണ്ടായിരിക്കണം. അതല്ലേ. പിന്നെ കൂടാതെ എന്താണ്? ഷെഡ്യൂൾ എച്ച് ഡ്രഗ് വാണിംഗും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. Not to be sold by retail without the prescription of registered medical practitioners. എന്താണ്? മെഡിക്കൽ പ്രാക്ടീഷൻസിലെ പ്രിസ്ക്രിപ്ഷനോട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷൻസിന്റെ പ്രിസ്ക്രിപ്ഷനോടെ അല്ലാതെ എന്താണ് ആ മെഡിസിനുകൾ സോൾവ് ചെയ്യുന്നതല്ല അല്ലെ, വിൽക്കുന്നതല്ല എന്ന് നിർബന്ധമായിട്ടും ആ മെഡിസിനിന്റെ ലാബലിങ്ങിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെഡിസിന്റെ ലാബലിങ്ങില്? ഉണ്ടല്ലേ, കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ ഇനി കാണാത്തവര് മെഡിസിനുകൾ വാങ്ങിക്കുമ്പോ നിർബന്ധമായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മ പറഞ്ഞത് പഠിച്ച കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയണ്ടേ? അതിനു വേണ്ടി ചെക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനോടെ അല്ലാതെ അല്ലെ, അവരെ മെഡിക്കൽ സീറ്റ് അല്ലാതെ എന്താണ് ഈ മരുന്നുകൾ വിൽക്കുന്നതല്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി സപ്ലൈഡ് ടു ലൈസൻസ്ഡ് പാർട്ടീസ്. ഇതാര് മാത്രമാണ് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ? ലൈസൻസ് ഉള്ള ആളുകൾ മാത്രം അല്ലെ, സപ്ലയേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് മാത്രം ഇതെന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ മരുന്നുകള്, ഷെഡ്യൂൾ എച്ച് മരുന്നുകള് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഗവൺമെന്റ് അല്ല, അല്ലാണ്ട് ലൈസൻസ് കിട്ടിയ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ മരുന്നുകൾ ഇപ്പൊ നമ്മൾ ഒരു ഫാർമസി തുടങ്ങണമെങ്കിൽ എന്ത് വേണം? ലൈസൻസ് വേണം അല്ലെ. അതല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? ലൈസൻസ് വേണം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ലൈസൻസ് കിട്ടിയ ആളുകൾ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇപ്പൊ നമുക്ക് വരുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് കാണാറുണ്ടോ? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് അവർക്ക് ലൈസൻസ് ഉണ്ടാവോ? ചിലവർക്ക്, എല്ലാവർക്കും ഉണ്ടായിരിക്കോ? അപ്പൊ എന്താണ്? അങ്ങനെ ലൈസൻസ് ഉള്ള പേഴ്സണൽസ് മാത്രം ഈ മരുന്നുകള് എന്ത് ചെയ്യാൻ പാടുള്ളൂ? സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. Next, it cannot be sold without a prescription and only the amount specified in the prescription should be sold. എന്ത് ചെയ്യാം? ഈ മരുന്നുകള് പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം സോൾവ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? പ്രിസ്ക്രിപ്ഷനോട് കൂടി വന്നാൽ മാത്രം അല്ലെ ഒരു പേഷ്യൻസ് എന്താണ് ഈ മരുന്നിന് വേണ്ടി ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നാൽ മാത്രം ഈ മരുന്ന് അവർക്ക് കൊടുക്കാം. പിന്നെ എന്താണ്? ഓൺലി ദ എമൗണ്ട് സ്പെസിഫൈഡ് ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ ഷുഡ് ബി സോൾഡ്. ആ പ്രിസ്ക്രിപ്ഷനിൽ എത്ര എമൗണ്ട് അല്ലെ, എത്ര ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്? ഇപ്പൊ 2 എണ്ണാണോ പറഞ്ഞത്, അല്ലെങ്കിൽ 3 എണ്ണാണോ പറഞ്ഞത്? ആ പെർട്ടിക്കുലർ എമൗണ്ട് മാത്രം മെഡിസിനുകൾ എന്ത് ചെയ്യുക? ആ പേഷ്യൻസിന് നൽകുക. ക്ലിയർ ആയോ? അതിൽ കൂടുതലോ കുറവോ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊവൈഡ് ചെയ്യാനായി പാടില്ല. The time and the date prescription must be noted. എന്ത് ചെയ്യുക? ആ മെഡിസിന് അവർക്ക് കൊടുത്ത ആ ചീട്ട് കൊണ്ടുവന്ന ആൾക്ക് കൊടുത്ത ആ സമയവും ആ ഡേറ്റും എന്ത് ചെയ്യണം? ഈ കൊടുത്ത ആളുകൾ അല്ലെ, മെഡിക്കൽ ഷോപ്പുകാർ അല്ലെങ്കിൽ ഫാർമസിയിൽ എന്ത് ചെയ്യാ? കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ അവര് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇതിന്റെ എക്സാമ്പിൾ പറയുന്നത് ആൻഡ്രോജനിക്, അനബോളിക്, ഓസ്ട്രോജനിക് ആൻഡ് പ്രൊജസ്ട്രേഷണൽ സബ്സ്റ്റൻസസ്. ഇങ്ങനെയുള്ള പേരുകൾ കേട്ടിട്ടുണ്ടോ? ആൻഡ്രോജൻ, അനബോളിക് കേട്ടിട്ടുണ്ടോ? ആൻഡ്രോജനൊക്കെ. ഈസ്ട്രോജൻ കേട്ടിട്ടില്ല. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളല്ലേ?
ഹോർമോൺസ് അല്ലേ. അപ്പൊ ഈ സബ്സ്റ്റൻസസ് ഒക്കെ ഇതിനെന്താണ് എക്സാമ്പിൾ ആണ്. ആൻഡ്രോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ്. നമ്മുടെ സെക്സ് ഹോർമോണുകൾ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഹോർമോണുകളാണ്. പുരുഷന്മാരില് റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദന ശേഷിക്കൊക്കെ സഹായിക്കുന്ന ഹോർമോണുകളാണ് ആൻഡ്രോജൻ. ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പല പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ? ഉണ്ടാവോ? പല പ്രോബ്ലംസ് ഉണ്ടാവും. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അളവിൽ കുറവ് വന്നാലും പല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവർക്ക്. അപ്പൊ എന്താണ്, അപ്പൊ ഇങ്ങനെ കുറവാണ് വരുന്നതെങ്കിൽ അവർക്ക് അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കണ്ടേ, ഇഞ്ചക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നത് പ്രത്യുൽപാദന ശേഷിക്ക് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, മെയിൽസിന് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഏജ് ആവുമ്പോ അവര് വോയിസ് ചേഞ്ച് ആവുക അല്ലെ, അവർക്ക് മീശ മുടക്കുക, അങ്ങനെ പല കാര്യങ്ങളും വരുന്നില്ലേ, അവർക്ക് ഫിസിക്കലി പല ചേഞ്ചസും വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ആ സമയമായിട്ടും പറ്റിയില്ലെങ്കിൽ എന്താണ്, അവർക്ക് ഈ ഹോർമോണിന്റെ കുറവുകൊണ്ടായിരിക്കും വരുന്നത് അല്ലെ, അങ്ങനെ സംഭവിക്കാത്തത്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഈ ആൻഡ്രോജൻ സബ്സ്റ്റൻസുകൾ ഇഞ്ചക്ഷൻ ആയിട്ടോ മരുന്നുകളായിട്ടോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയത്? നെക്സ്റ്റ് അനബോളിക്. അനബോളിക് എന്ന് പറയുന്നത് നമ്മുടെ ഓവറി അനബോളിക് എന്ന് പറയുന്നത് ഈ കായികതാരങ്ങള് ഉത്തേജക മരുന്നുകളൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന മെറ്റബോളിസം ഉപയോഗിക്കുന്ന ഹോർമോണാണ്. അവർ ഇഞ്ചക്ഷൻ ഒക്കെ ആയിട്ട് എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചില കായിക താരങ്ങളെ ടീമിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? ഉത്തേജക സ്റ്റിറോയിഡുകളായിട്ട് അല്ലെ, അവരെന്താ അവരുടെ ബോഡിയിൽ ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻസ് എടുത്തിട്ട് അല്ലെ ഉത്തേജക മരുന്നായിട്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അനബോളിക് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇത് പിന്നെ കൂടാതെ നമ്മുടെ ശരീരത്തില് ഈ മസിൽസിന്റെ ഗ്രോത്തിന് അല്ലെ, മസിൽസ് ഓരോ ടൈം കഴിയുമ്പോൾ ഇങ്ങനെ ഗ്രോത്ത് ചെയ്തോണ്ടിരിക്കുകയാണോ വളർച്ചയില്? ഇപ്പൊ ചെറുതിലുള്ള മസിൽസിന്റെ ആ വളർച്ചയാണോ ഒരു 15-16 വയസ്സ് കഴിയുമ്പോ? ആണോ? അല്ല അല്ലെ, ഈ മസിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അതിന് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട് അല്ലെ. അതല്ലെങ്കിൽ എന്തെങ്കിലും മസിൽസിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും റിപ്പയറിങ് നടക്കണ്ടേ, ചെറിയ രീതിയിലുള്ള ഡാമേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അനബോളിക് ഹോർമോണുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്താണ്? മസിലിന്റെ വളർച്ചയ്ക്ക്, എന്താണ് മസിൽസിന് എന്തെങ്കിലും റിപ്പയറിങ്ങിന് വേണ്ടിയില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അനബോളിക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മസിൽസിനൊക്കെ കുറച്ചും കൂടി ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഊർജം ലഭിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആയോ? നെക്സ്റ്റ് ഈസ്ട്രോജനിക് എന്ന് പറഞ്ഞാല് നമ്മുടെ മൂഡ് ചേഞ്ചസ് വരില്ലേ, മൂഡ് സ്വിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൂഡ് സ്വിങ് കേട്ടിട്ടില്ലേ? അപ്പൊ അതിനൊക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ. അപ്പൊ പിന്നെ എന്താണ്, ബർത്ത് കൺട്രോൾ പ്രിവെൻഷനുള്ള പില്ലുകളിലെ അല്ലെ, പിൽസുകളിലെ ബർത്ത് കൺട്രോൾ പ്രിവെൻഷൻ ചെയ്യുന്ന പിൽസുകൾ, അങ്ങനെയുള്ള ഇതിലൊക്കെ എന്താണ് ഈ ഈസ്ട്രോജൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എന്താണ്, ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ഈസ്ട്രോജൻ ഹോർമോണിന്റെ സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ശരീരത്തിൽ ചില ആളുകൾക്ക് കേട്ടിട്ടുണ്ടോ ഈ എന്താണ് നമ്മുടെ അസ്ഥി പൊടിയുന്നത്, പൊടിയൊക്കെ ചെയ്യുന്നത് സാധാരണയായിട്ട് അവർക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അസ്ഥി പൊടി അതല്ലെങ്കിൽ അവരുടെ ഓസ്റ്റിയോപൊറോസിസ് അല്ലെ. അപ്പൊ ആ രോഗമൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ഹോർമോണിന്റെ ചേഞ്ചസ് കൊണ്ടാണ് ആ രോഗങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഈസ്ട്രോജനിക് സബ്സ്റ്റൻസസുകൾ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയോ?
കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എഴുതി വെക്കാം, മിസ് പറയുന്ന കാര്യങ്ങള് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, ആന്റി പ്രൊജസ്റ്റേഷണൽ സബ്സ്റ്റൻസസ്. പ്രൊജസ്റ്റേഷണൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രൻ. അപ്പൊ ഇതെന്താണ്, നമ്മുടെ ഈ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഒക്കെ വരാറില്ലേ, മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഗൈനക്കോളജി പ്രോബ്ലംസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് പ്രഗ്നൻസി പ്രോബ്ലംസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഹോർമോണുകൾ ഉപയോഗിക്കുന്നു. സബ്സ്റ്റൻസ്, ഈ ഹോർമോണൽ സബ്സ്റ്റൻസസുകൾ ആ പേഷ്യൻസിൽ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയോ? കൂടുതൽ നമുക്ക് കൂടുതൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ, ഓരോന്നിനെ കുറിച്ചും ഓരോ ഹോർമോണിനെ കുറിച്ചും ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ മിസ് അത് മുഴുവൻ പറയാമെന്ന് നമുക്ക് ക്ലാസ് പോവില്ല അല്ലെ. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കി വെക്കാം കേട്ടോ. അതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഈ സബ്സ്റ്റൻസസ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഷെഡ്യൂൾ എക്സിൽ വരുന്നത് ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ്, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ, കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടോ. നെക്സ്റ്റ്, അൽപ്രാസോളം അതല്ലെങ്കിൽ സനാക്സ്. അൽപ്രാസോൾ എന്ന് പറയുന്നത് ഈ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സ് വരാറില്ല ചില പേഷ്യൻസിന്, എസ്പെഷ്യലി പാനിക് ഡിസോർഡേഴ്സ്, പെട്ടെന്ന് തന്നെ പേടിക്കുന്ന ഭയക്കുന്ന ആളുകളൊക്കെ ഇല്ലേ, ഡിപ്രഷൻ, അങ്ങനെയുള്ള പാനിക് ആവുക അല്ലെ, അങ്ങനെയുള്ള എന്താ ഫോബിയ, ഓക്കെ, അങ്ങനെയുള്ള പേഷ്യൻസിലൊക്കെ ഉപയോഗിക്കുന്ന, അവർ കഴിക്കുന്ന മെഡിസിനുകളിലാണ് ഈ അൽപ്രാസോളം അതല്ലെങ്കിൽ സനാക്സ് ഉപയോഗിക്കുന്നത്, സനാക്സ് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? ആൻസൈറ്റി ഡിസോർഡേഴ്സ്, എസ്പെഷ്യലി പാനിക് ഡിസോർഡേഴ്സ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കേട്ടിട്ടില്ലേ? ഹെപ്പറ്റൈറ്റിസ് ബി പല എന്താണ്, ഹെപ്പറ്റൈറ്റിസ് എ ബി ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിനെതിരെ എന്താ, ആകെയുള്ള അതിന് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ അതൊക്കെ വരാതിരിക്കാനുള്ള ആകെ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താ, വാക്സിൻ എടുക്കാന്നുള്ളത് അല്ലെ, വാക്സിനേഷൻ അല്ലെ. അപ്പൊ എന്താണ്, അതിനുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അതൊക്കെ ഏതിൽ പറയുന്നതാ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഷെഡ്യൂൾ എച്ചിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഇബുപ്രോഫിൻ. ഇതൊരു ഇതൊരു പെയിൻ കില്ലർ ആണ് അല്ലെ. നമുക്ക് മൈഗ്രെയിന് അല്ലെങ്കിൽ പെയിന്, ഫീവർ ഒക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇബുപ്രോഫിൻ അനർജസിക് മെഡിസിൻ ആണ്. എന്താണ് ഉപയോഗിക്കുന്ന മെഡിസിനുകളിലുള്ള കണ്ടന്റ് ആണ് ഇബുപ്രോഫിൻ. നെക്സ്റ്റ്, വാസോപ്രസിൻ. നമുക്ക് ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് മൂലമുണ്ടാകുന്ന നമുക്ക് എന്താണ്, ചില പേഷ്യൻസിന് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ വർദ്ധിച്ച ദാഹം തോന്നുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിക്കാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ഉപയോഗിക്കുന്നതാണ് വാസോപ്രസിൻ മെഡിസിൻ. അതിനുള്ള സബ്സ്റ്റൻസ് അടങ്ങിയിരിക്കുന്ന മെഡിസിൻ. എന്താണ്, ഡയബറ്റീസ് മൂലം എന്താണ് ചില പേഷ്യൻസിന് എന്ത് ചെയ്യേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ എന്താണ്, അവർക്ക് ഒരുപാട് ദാഹം തോന്നുക അല്ലെ, എപ്പോഴും വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം, ഡീഹൈഡ്രേഷൻ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിൽ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് വാസോപ്രസിൻ. ക്ലിയർ ആയോ? ടോം മിസ്സിന് ഇതാക്കാൻ വേണ്ടി പറയുന്നതാണോ ക്ലിയർ ആണെന്ന്? ക്ലിയർ ആയിട്ട് തന്നെയാണോ ടോം ഓക്കെ പറയുന്നത്? ഓക്കെ, നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കണ്ട കേട്ടാ. മിസ് പറയുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ആ സബ്സ്റ്റൻസ് മാത്രം പഠിച്ചാൽ മതി.
ഇത് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ മിസ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ്, if a schedule H drug also come under the purview of narcotic drugs and psychotropic substances Act 1985. 1985 വന്നിരിക്കുന്ന എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിന്റെ അണ്ടറിലാണ് ഷെഡ്യൂൾ എച്ച് ഡ്രഗ്സുകൾ വരുന്നത്. ഷെഡ്യൂൾ എച്ച് ഡ്രഗ്സുകൾ വരുന്നത് ഏതിന്റെ അണ്ടറിലാണ്? 1985 വന്നിരിക്കുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിന്റെ അണ്ടറിലാണ് ഷെഡ്യൂൾ എച്ച് ഡ്രഗ്സുകൾ വരുന്നത്. ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിന് പറയുന്ന വേറെ പേരാണ് NDPS ആക്ട്. NDPS ആക്ട് എഴുതി വെച്ചോട്ടാ. NDPS N narcotic, N drugs, D psychotropic, P substances, S appa NDPS Act. ഇതില് പറയുന്ന 1985 ഇന്ത്യൻ പാർലമെന്റ് DUPS സ്മോൾ ലെറ്റർ എഴുതാട്ടാ. DUPS സ്മോൾ ലെറ്റർ ആണ്, N മാത്രം ക്യാപിറ്റൽ കേട്ടോ. N മാത്രം ക്യാപിറ്റൽ, DPS സ്മോൾ ലെറ്റർ. 1985 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് NDPS. 1985 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് NDPS. ഇതിൽ പറയുന്നത് ഏതെങ്കിലും നാർക്കോട്ടിക് സബ്സ്റ്റൻസുകൾ അതല്ലെങ്കിൽ എന്താണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ എന്താണ് ഉൽപ്പാദിപ്പിക്കാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും നിർമ്മിക്കാനും കൈവശം വെക്കാനും വിൽക്കാനും വാങ്ങാനും കഴിക്കാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നു. ഇപ്പൊ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ അല്ലെങ്കിൽ സൈക്കോട്രോപിക് ഡ്രഗ്സുകൾ എന്ത് ചെയ്യണം? നിർമ്മിക്കണം അല്ലേ? നിർമ്മിക്കണ്ടേ? മാനുഫാക്ചറിങ് ചെയ്യണ്ടേ? മാനുഫാക്ചറിങ് ഉൽപ്പാദിപ്പിക്കണം അല്ലെ? പ്രൊഡക്ഷൻ ചെയ്യണം അല്ലെ? പ്രൊഡക്ഷൻ ചെയ്യണ്ടേ? അപ്പൊ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്. പിന്നെ എന്ത് ചെയ്യണം? നമ്മ അത് കൈവശം വെക്കണം അല്ലെ? സ്റ്റോർ ചെയ്യണ്ടേ? സ്റ്റോർ ചെയ്യണം അല്ലെ? പിന്നെ എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം അല്ലെ? സെയിൽ ചെയ്യണ്ടേ? മാനുഫാക്ചറിങ് ചെയ്താൽ ആ സാധനങ്ങൾ സെയിൽ ചെയ്യണം അല്ലെ? സെയിൽ ചെയ്താൽ അതെന്താണ്? വാങ്ങണ്ടേ? പർച്ചേസ് ചെയ്യണ്ടേ? കൂടാതെ അത് കഴിക്കാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നതാണ് NDPS ആക്ടിൽ പറയുന്നത്. ക്ലിയർ ആയോ? നാർക്കോട്ടിക് ഡ്രഗ്സുകള് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സൈക്കോട്രോപിക് ഡ്രഗ്സുകള് ഉൽപ്പാദിപ്പിക്കാനും പ്രൊഡക്ഷൻ ചെയ്യാനും മാനുഫാക്ചറിങ് ചെയ്യാനും അത് സപ്ലൈ ചെയ്യാനും അല്ലെ? അത് സ്റ്റോറിൽ നമ്മുടെ കൈവശം വെക്കാനും വാങ്ങാനും കഴിക്കാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന റൂൾ ആക്ട് ആണ് NDPS ആക്ട്. ക്ലിയർ ആയോ? 1985 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് ഡ്രഗ്സ്. നെക്സ്റ്റ് പറയുന്നത് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കേട്ടിട്ടുണ്ടോ? A drug or other substances, ഒരു ഡ്രഗോ അതല്ലെങ്കിൽ മറ്റ് സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യാ? that affect the brain. എന്താണ് affect? how the brain works and cause changes in mood, awareness, thoughts, feelings or behavior. എന്താണ്? ഏതെങ്കിലും ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യാ? നമ്മുടെ ബ്രെയിനിന്റെ വർക്ക്സിനെ എന്ത് ചെയ്യാ? എഫക്ട് ചെയ്യാ അല്ലെ? എഫക്ട് ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ്? നമ്മുടെ മൂഡ്, നമ്മുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ്, അവബോധം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ചിന്തകള് അതല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ അല്ലെ? നമ്മുടെ ഫീലിങ്സ് ഒക്കെ മാറ്റുന്നതില്ലേ? ചേഞ്ച് ചെയ്യുന്നതില്ലേ?
അങ്ങനെ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാമോ? നമ്മുടെ ചിന്തകളെ മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിൽ ചേഞ്ചസ് വരുത്തുന്ന സബ്സ്റ്റൻസസ്. ആൽക്കഹോള് കേട്ടിട്ടുണ്ട്, ഉറക്ക ഗുളിക. കഞ്ചാവ്. ഓക്കെ. ഉറക്ക ഗുളിക വരുമോ? ഉറക്കകളെ നമുക്ക് ഓർക്കാൻ വരികയുള്ളോ? ആൽക്കഹോളോ? നമ്മുടെ ബിഹേവിയറില് ഫീലിങ്സില് ഒക്കെ ചേഞ്ചസ് വരുത്തില്ലേ? ആൽക്കഹോള്, കൊഫീൻ, നിക്കോട്ടിൻ, മയക്കുമരുന്ന് അല്ലെ? മെറിജാന. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഷെഡ്യൂൾ എച്ചിൽ വരുന്ന ഡ്രഗ്സുകൾ എന്തിൽ വരുന്നതാണ്? നമ്മുടെ 1985 നിലവിൽ വന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിന്റെ അണ്ടറിലാണ് ഷെഡ്യൂൾ എച്ച് ഡ്രഗ്സുകൾ വരുന്നത്. ഇറ്റ് മസ്റ്റ് ക്യാരി ദ ടെക്സ്റ്റ് NRX and ഷെഡ്യൂൾ എച്ച് ഡ്രഗ് വാണിംഗ്. എന്താണ് ഇതില് നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? ഈ നാർക്കോട്ടിക് NRX വരുന്ന മരുന്നുകളിൽ നിർബന്ധമായും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ലേബലിംഗില് NRX എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ ഷെഡ്യൂൾ എച്ച് വാണിംഗും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് വേണം മരുന്നുകൾ വിറ്റഴിക്കാനായിട്ട് ലേബല് ചെയ്യുന്ന സമയത്ത്. ടു ബി സോൾഡ് ബൈ റീറ്റെയിൽ ഓൺ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഓൺലി. എന്താണ്? ഒരു മെഡിക്കൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ അണ്ടറിൽ മാത്രം അല്ലെ, പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ഇത് സപ്ലൈ സോൾവ് ചെയ്യുള്ളൂ, ലഭിക്കുള്ളൂ. ഓൺ ദ ലേബൽ പ്രോമിനന്റ്ലി, നിർബന്ധമായിട്ടും ഇതെന്ത് ചെയ്യണം? ഈ മെഡിസിനില് നിർബന്ധമായി ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഇത് next schedule X. Schedule X or the regulation of schedule H apply. എന്താണ്? നമ്മൾ ഷെഡ്യൂളിൽ എച്ചിൽ പറഞ്ഞിരിക്കുന്ന നിയന്ത്രണങ്ങൾ അല്ലെ, റെഗുലേഷൻസ് എല്ലാം എന്തിനു വരുന്നുണ്ട്? ഈ ഷെഡ്യൂൾ എക്സിനും ബാധകമാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. The retail must keep a copy of the prescription for 2 years. അവർ ഈ മരുന്നുകള് വിതരണം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം? ആ പ്രിസ്ക്രിപ്ഷന്റെ കോപ്പി ഒരു 2 വർഷത്തേക്കെങ്കിലും അവർ എന്ത് ചെയ്തിരിക്കണം? സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. പിന്നീട് എന്തെങ്കിലും കേസോ അതല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ അവർക്ക് തെളിവ് കാണിക്കണ്ടേ? ഈ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ വിതരണം ചെയ്തു അല്ലെ, ഇങ്ങനെയുള്ള സൈക്കോട്രോപിക് ഡ്രഗ്സുകൾ സാധനങ്ങൾ വിറ്റഴിച്ചു എന്നല്ലെങ്കിൽ കേസുകൾ വന്നാൽ ഇവർക്ക് കോടതിയിൽ തെളിവ് നിരത്തണ്ടേ? അതിന് വേണ്ടിയിട്ട് ഈ പ്രിസ്ക്രിപ്ഷന്റെ ചീട്ട് അവരെന്ത് ചെയ്യണം? കോപ്പി എടുത്തിട്ട് 2 വർഷത്തേക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അവരെ കൈവശം ഉണ്ടായിരിക്കണം, സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ദ ഡ്രഗ്സ് മസ്റ്റ് ബി കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ. ഈ ഡ്രഗ്സ് എങ്ങനെയായിരിക്കണം സൂക്ഷിക്കേണ്ടത്? എന്താണ്? ലോക്ക് ആൻഡ് കീ അല്ലെ, ലോക്ക് ചെയ്തിട്ടായിരിക്കണം സൂക്ഷിക്കേണ്ടത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സെക്വേർഡ് ആയിട്ട് അല്ലെ, എക്സാമ്പിൾ എന്തൊക്കെയാണ്? സെക്കോബാർബിറ്റൽ ആൻഡ് ഗ്ലൂട്ടത്തിമേഡ്. എക്സാമ്പിള് സെക്കോബാർബിറ്റൽ എന്ന് പറഞ്ഞാല് നമ്മ സ്ലീപ്പിംഗ് പിൽസ് ഇല്ലേ, സ്ലീപ്പിംഗ് പിൽസ്, അതാണ് സെക്കോബാർബിറ്റൽ സ്ലീപ്പിംഗ് പിൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ എന്താണ്? സ്ലീപ്പിംഗ് ഡ്രഗ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലൂട്ടത്തിമേഡ് എന്ന് പറയുന്നത് നമ്മ ഇതേപോലെ ഉറക്കമില്ലായ്മ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്ലൂട്ടത്തിമേഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് തുടർച്ചയായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മ അതിന് അഡിക്റ്റ് ആയി പോകും. ഈ ഗ്ലൂട്ടത്തിമേഡ് നമ്മ കുറച്ച് നാൾ തുടർച്ചയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഗുളിക ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല, അതിന് അഡിക്റ്റ് ആയിപ്പോ. അതുകൊണ്ട് 2006 നിരവധി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്ത് ചെയ്ത് ഈ ഗ്ലൂട്ടത്തിമേഡ് മെഡിസിൻ എന്ത് ചെയ്ത് അവര് വിപണിയിൽ നിരോധിച്ചു കളഞ്ഞു, ബാൻ ചെയ്ത് കളഞ്ഞു ഗ്ലൂട്ടത്തിമേഡ്.
പിന്നെ ഈ സെക്കോബാർബിറ്റൽ മരുന്നുകള് നമ്മ ഈ അനസ്തേഷ്യ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യൻസിന് സെഡേറ്റീവ് ഏജന്റ് ആയിട്ട് അല്ലെ പിന്നെ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്നത് പിന്നെ ഹിപ്നോട്ടിസം നടത്തില്ലേ ഹിപ്നോട്ടിസം അങ്ങനെയുള്ള ഗുണങ്ങളും ഈ സെക്കോബാർബിറ്റൽ ഡ്രഗ്സുകൾക്കുണ്ട് സ്ലീപ്പിംഗ് പിൽസ് മാത്രമല്ല നമ്മ എന്താണ് ഹിപ്നോട്ടിസം നടത്തുമ്പോൾ അവർക്ക് കൊടുക്കാൻ അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താണ് സെഡേറ്റീവ് ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കാം കൂടാതെ അനസ്തെറ്റിക് ഡ്രഗ്സുകളൊക്കെ ആയിട്ട് നമുക്ക് സെക്കോബാർബിറ്റൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഗ്ലൂട്ടത്തീമേഡ് എന്ന് പറയുന്നത് ഒരു എന്താണ് സ്ലീപ്പിംഗ് പിൽസ് ആണ് ഇതെന്തിനു വേണ്ടിയിട്ട് ചിലപ്പോ ഇതെന്താണ് കുറച്ചു നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർ അതിന് അഡിക്റ്റ് ആയിപ്പോകും അതുകൊണ്ട് ഒരു നിയന്ത്രിത അളവിൽ മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ വിപണനം നടത്തുള്ളൂ കേട്ടോ വിപണിയില് സെയിൽ എടുത്തുള്ളൂ ക്ലിയർ ആയതാ നെക്സ്റ്റ് ഏതാ വിപണിയില് ഗ്ലൂട്ടത്തീമേഡ് രണ്ടാമത്തത് അതൊരു സ്ലീപ്പിംഗ് പിൽസ് ആണ് ആ സ്ലീപ്പിംഗ് പിൽസ് നമ്മൾ ഒരു കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ സ്ലീപ്പിംഗ് പിൽസിന് അഡിക്റ്റ് ആയിപ്പോ പിന്നെ നമുക്ക് ആ ഗുളിക കഴിക്കാതെ ഉറങ്ങാൻ പറ്റില്ല അതിന് അഡിക്റ്റ് ആയി പിന്നെ ആ ഗുളിക ഇല്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ 2006 നിരവധി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്ത് ചെയ്ത ഈ മെഡിസിനെ ബാൻ ചെയ്ത് അവിടെ നിരോധിച്ചു വിപണിയിൽ നിരോധിച്ച മരുന്നാണ് ഗ്ലൂട്ടത്തീമേഡ് 2006 നെക്സ്റ്റ് ഷെഡ്യൂൾ ജെ ഷെഡ്യൂൾ ജെയിൽ ഉൾപ്പെടുന്നത് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് വേരിയസ് ഡിസീസ് പല ഡിസീസുകളാണ് ഈ ലിസ്റ്റിൽ ഷെഡ്യൂൾ ജെയിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയുള്ള ഡിസീസുകളാണ് ആൻഡ് കണ്ടീഷൻസ് ദാറ്റ് കാനോട്ട് ട്രീറ്റഡ് അണ്ടർ എനി ഡ്രഗ് കറന്റ്ലി ഇൻ ദി മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾക്ക് കീഴിൽ ചികിത്സിച്ചാൽ അത് ഭേദമാക്കാൻ കഴിയാത്ത ഒരുപാട് അസുഖങ്ങളില്ലേ അങ്ങനെയുള്ള അസുഖങ്ങളെയാണ് ഷെഡ്യൂൾ ജെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്സാമ്പിൾ പറയാമോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ക്യാൻസറിന് പല ട്രീറ്റ്മെന്റ് ഉണ്ട് നമുക്ക് ചിലപ്പോ അത് മാറ്റാൻ പറ്റില്ലേ ക്യാൻസർ എയ്ഡ്സ് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ എന്താണ് നിലവില് വിപണിയിലുള്ള മരുന്നുകൾ എന്താണ് കഴിച്ചാലും നമുക്ക് എന്താ മാറ്റാൻ സാധിക്കാത്ത അസുഖങ്ങളെയാണ് ഷെഡ്യൂൾ ജെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോ ഡ്രഗ് മേ ലീഗലി ക്ലെയിം ടു ട്രീറ്റ് ഡിസീസ് എന്താണ് ഈ രോഗങ്ങളെ ചികിത്സിക്കാൻ ഒരു മരുന്നും നിയമപരമായി അവകാശപ്പെടുന്നില്ല അല്ലെ ഈ അസുഖങ്ങൾക്ക് എന്താണ് ഒരു മരുന്ന് ലീഗലി ക്ലെയിം ചെയ്തിട്ടില്ല ഈ അസുഖങ്ങൾ മാറ്റാം എന്ന് പറഞ്ഞ് ഒരു മരുന്നുകളും ലീഗലി ക്ലെയിം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള അസുഖങ്ങളെയാണ് ഷെഡ്യൂൾ ജെയിൽ ഉൾപ്പെടുത്തുന്നത് ക്ലിയർ ആയോ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ കൺഫ്യൂഷൻ ആവുന്നുണ്ട് എല്ലാവരും എഴുതി വെച്ച് നോക്കി പഠിക്കാട്ടോ ഒക്കെയാണ് എല്ലാവരും എഴുതി വെച്ച് കറക്റ്റ് ആയിട്ട് നോക്കാട്ടോ അപ്പൊ മിസ് കൺഫ്യൂഷൻ ആവില്ലേ അതുകൊണ്ടാണ് മിസ് പറയുന്നത് മിസ് പറയുമ്പോ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കാട്ടോ ഇനിയൊന്നുമില്ല ഇനി ഈ ഷെഡ്യൂൾ ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ടില്ലേ അധികം മാത്രമേ ഉള്ളൂ ബാക്കി ഇനി വരുന്ന ഷെഡ്യൂളുകളിൽ നിങ്ങൾക്ക് മെഡിസിനുകളൊന്നും പറയുന്നില്ല കേട്ടോ ജസ്റ്റ് ആ ഷെഡ്യൂള് കുറെ ഷെഡ്യൂളുകൾ ഉണ്ട് സെഡ് വരെ ഉണ്ട് ചിലതില് എഫില് F1 F2 എയ്ഡ്സ് എക്സാമ്പിൾ ആണ് F1 F2 F3 എന്ന് പറഞ്ഞ എഫില് വരുന്നുണ്ട് പക്ഷെ ഇതിലൊന്നും ഒരുപാട് ഇതിലൊന്നും ഡ്രഗ്സുകളുടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന GH മാത്രം നല്ലോണം പഠിക്കാം കേട്ടോ അതിൽ വരുന്ന എക്സാമ്പിൾ ഒക്കെ നല്ലോണം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം ഓക്കെ താങ്ക് യു ഓൾ